അവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ഒരു വാക്കാണ് പാരക്വാറ്റ്. അതായത് പാരക്വാറ്റ് എന്ന കൊടിയ വിഷത്തെക്കുറിച്ച്. എത്ര നീചമാണ്, എത്ര നിന്ദ്യമാണ്, സ്വന്തം പ്രണയത്തെ പോലും വഞ്ചിച്ച ഒരു പെൺകുട്ടി. ഇത്രയേറെ തൻ്റെ ഇടത്തോടുകൂടി ഗവേഷണം നടത്തി കണ്ടുപിടിച്ച ഒരു വിഷവസ്തു. ഇത് കൊടുത്തുകൊണ്ട് സ്വന്തം കാമുകനെ ഇല്ലാതാക്കി ഭൂമിയിൽ നിന്ന് സ്നേഹത്തോടു കൂടി വീട്ടിലേക്ക് വിളിക്കുന്നു. വീട്ടിലേക്ക് വിളിച്ചത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ കുട്ടിയെ, ഈ ഷാരോണിനെ ഈ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. നമസ്കാരം. അപൂർവങ്ങളിൽ അപൂർവമായി നമ്മൾ കണ്ടുപരിചയിച്ച ഒരു കേസായിരുന്നു പാറശാലയിൽ സംഭവിച്ചതും അതിനുശേഷം ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വധശിക്ഷ കോടതി വിധിക്കുകയും ചെയ്തു. അവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ഒരു വാക്കാണ് പാരക്വാറ്റ്. അതായത് പാരക്വാറ്റ് എന്ന കൊടിയ വിഷത്തെക്കുറിച്ച്. ഈ കുട്ടി എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. പാരസിറ്റാമോൾ കൊടുത്തു, അങ്ങനെ നിരവധിയായ മാർഗങ്ങൾ ശ്രമിച്ച് നടക്കാതെ പോയതിനു ശേഷമാണ് പാരക്വാറ്റ് എന്ന് പറയുന്ന കീടനാശിനി, അതായത് ഡൈക്ലോറൈഡ് എന്ന് പറയും, പാരക്വാറ്റ് ഡൈക്ലോറൈഡ് എന്ന് പറയുന്ന വിഷവസ്തു. എത്ര നീചമാണ്, എത്ര നിന്ദ്യമാണ്, സ്വന്തം പ്രണയത്തെ പോലും വഞ്ചിച്ച ഒരു പെൺകുട്ടി. ഇത്രയേറെ തൻ്റെ ഇടത്തോടുകൂടി ഗവേഷണം നടത്തി കണ്ടുപിടിച്ച ഒരു വിഷവസ്തു. ഇത് കൊടുത്തുകൊണ്ട് സ്വന്തം കാമുകനെ ഇല്ലാതാക്കി ഭൂമിയിൽ നിന്ന്. അവളൊരിക്കലും മാപ്പർഹിക്കുന്ന ഒന്നല്ല. അതിനിപ്പോൾ ചില അഭിഭാഷകന്മാർ അതിനെ എതിർത്തു എന്ന് പറഞ്ഞിരുന്നാലും അതൊന്നും ന്യായമല്ല. ഇത് പൊതുജനത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നായിരുന്നു. പൊതുജനങ്ങളുടെ പൊതു മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വിധിയായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രതിഭാഗം വക്കീൽ പറയുകയുണ്ടായി. ഇതിൽ മെറിറ്റ് നോക്കിയിട്ടല്ല വിധി പ്രസ്താവിച്ചത്, വധശിക്ഷ കൊടുത്തില്ലേ. എന്നാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവ്, അതായത് പാരക്വാറ്റ് എന്ന് പറയുന്ന ഈ മരുന്നിനെക്കുറിച്ച്, ഈ കീടനാശിനിയെക്കുറിച്ച്, മരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരാളെ കൊല്ലുന്നതല്ലേ, ആ കീടനാശിനിയെക്കുറിച്ച് ഈ ഗ്രീഷ്മയ്ക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു. ആ അറിവ് കൃത്യമായി സമ്പാദിക്കുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം? കഴിച്ച് പാടെ തന്നെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. ഒരാളുടെ ഉള്ളിലേക്ക് ഈ വിഷവസ്തു എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ, അതായത് അയാളുടെ വായിലേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ നിന്ന് തുടങ്ങുന്നു പ്രശ്നങ്ങൾ. മൗത്ത് അൾസർ ഉണ്ടാക്കും, അതായത് വായിൽ വ്രണങ്ങൾ ഉണ്ടാക്കുന്നു. ആദ്യത്തെ ഒരു പ്രശ്നം അതാണ്. ഈ കീടനാശിനി എത്തിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ആദ്യത്തെ പ്രാരംഭ ലക്ഷണം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നു, മുറിവുകൾ ഉണ്ടാകുന്നു. അവിടെ നിന്ന് ഉള്ളിലേക്ക് എത്തുകയാണെന്ന് വിചാരിച്ചോളൂ. ആ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് 2 ദിവസം, അതായത് ഈ പാരക്വാറ്റ് ഉള്ളിൽ ചെന്ന് 2 ദിവസത്തിനകത്ത് സംഭവിക്കാൻ പോകുന്നത് കിഡ്നിയെ ബാധിക്കുന്നു. രക്തത്തിലൂടെ ഈ സാധനം ഉള്ളിലേക്ക് എത്തുന്നു. ഉള്ളിലേക്ക് എത്തിയതിന് ശേഷം അവരുടെ ആർക്കാണോ ഇത് ബാധിച്ചിരിക്കുന്നത് അവരുടെ കിഡ്നിയെ, അല്ലെങ്കിൽ ആരുടെ ഉള്ളിലാണോ ചെന്നിരിക്കുന്നത് അവരുടെ കിഡ്നിയെ തന്നെ ഇല്ലാതാക്കുന്നു. കിഡ്നി പ്രവർത്തനം നിലയ്ക്കുന്നു. കിഡ്നി പ്രവർത്തനം നിലച്ചാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എത്ര ഭീകരമായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞിത് കുടലിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ കുടലിനെ ഉരുക്കിക്കളയുകയാണ് ചെയ്യുന്നത്. കുടലിനെ ഇല്ലാതാക്കുന്നു, കരിച്ചു കളയുന്ന ഒരു സമീപനം. അപ്പോൾ അങ്ങനെ ഒരാളെ സഡൻ ഡെത്തിലേക്കല്ല, ഒരാളെ വളരെ കാര്യമായി നോക്കിക്കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ട് പതിയെ സ്ലോ ഡെത്തിലേക്ക് നയിക്കുന്ന ഒരു വിഷവസ്തു, മാരകമായ വിഷവസ്തുവാണ് പാരക്വാറ്റ് ഡൈക്ലോറൈഡ് എന്ന് പറയുന്ന ഇത്. ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്നിട്ടിപ്പോൾ പറയുകയാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസൊന്നുമല്ല. അപൂർവങ്ങളിൽ അപൂർവമാണെന്നേ. അപൂർവങ്ങളിൽ അപൂർവമായ കേസുണ്ട്. പൊതുമനസാക്ഷിയെ ബോധ്യപ്പെടുത്തണം, പൊതുമനസാക്ഷിയെ തൃപ്തിപ്പെടുത്തണം ഈ കേസുകൊണ്ട്. അല്ലെങ്കിൽ ഈ ശിക്ഷാവിധി കൊണ്ട് അത് ചെയ്തിരിക്കണം. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ഈ പറയുന്ന പോലെ ഈ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ ചതിയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങേ അറ്റത്തെ ചതി. ഇതിനപ്പുറത്തേക്ക് ഒരാളെ ചതിക്കാൻ കഴിയില്ല ഒരാൾക്ക്. ഇപ്പോൾ ഒരാളെ പിന്നിൽ നിന്ന് കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമല്ല. കാര്യം എന്താ, ആ സമയത്ത് തന്നെ അയാൾ തിരിച്ചറിയുകയാണ്. അയാൾ ഒരാളെ പിന്നിൽ നിന്ന് കുത്തുമ്പോൾ അത് തിരിച്ചറിയപ്പെടുകയാണ്, അയാൾ എൻ്റെ ശത്രുവായിരുന്നു എന്ന്. ഒറ്റ സെക്കൻഡിൽ അയാൾ തിരിച്ചറിയുന്നു. ആ തിരിഞ്ഞു നിന്ന് അയാൾ നോക്കി, ആ കുത്തേറ്റതിന് ശേഷം നോക്കുമ്പോൾ അയാൾ മരണപ്പെടുന്നത് ആ തൻ്റെ ശത്രുവാണ് അയാൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ കുത്തേറ്റു വാങ്ങുന്നത്. അതുകൊണ്ട് അതിനെ ഒരു ആസൂത്രിതമെന്നോ അല്ലെങ്കിൽ ആസൂത്രിതമെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അതിനെ ഒരു വഞ്ചനാപരമായ കുറ്റകൃത്യം എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന മറ്റൊന്നാണ്. സ്നേഹത്തോടു കൂടി വീട്ടിലേക്ക് വിളിക്കുന്നു. വീട്ടിലേക്ക് വിളിച്ചത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ കുട്ടിയെ, ഈ ഷാരോണിനെ ഈ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം വളരെ സ്നേഹപൂർവം, വളരെ സ്നേഹത്തോടു കൂടി, അവസാന നിമിഷം പോലും ആ ചെറുപ്പക്കാരൻ തിരിച്ചറിയുന്നില്ല തൻ്റെ കാമുകി, താൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടി തന്നെ ഈ രീതിയിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമെന്ന്.
ഒരിക്കൽ പോലും വിശ്വസിച്ചിരുന്നില്ല. ആ മരണസമയത്ത് പോലും ഉണ്ടായ ആ വിശ്വാസത്തിനേറ്റ, അല്ലെങ്കിൽ ആ വിശ്വാസത്തിനോട് കാണിച്ച ഏറ്റവും വലിയ നീതികേടാണ് ഈ പെൺകുട്ടി ചെയ്തത്, ഗ്രീഷ്മ എന്ന് പറയുന്നത്. ഇനി ഒരിക്കലും നമ്മുടെ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ ഓരോരുത്തർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, പ്രണയിക്കാനുള്ള അവകാശമുണ്ട്, പ്രണയ നഷ്ടത്തിനുള്ള ഒരു ദുര്യോഗവുമുണ്ട് എന്ന് പറയുന്നതാണ് ശരി. ദുര്യോഗം തന്നെയാണ്. പ്രണയിക്കാം, പ്രണയം നമുക്ക് നഷ്ടപ്പെടാം, അതൊന്ന് 100% പൂർണ്ണമായി നമ്മുടെ കൈകളിലേക്ക് എത്തണം എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ പ്രണയ നഷ്ടങ്ങളും ഉണ്ടാകാം. അപ്പോൾ ആ പ്രണയ നഷ്ടത്തിൽ നമുക്കറിയാം, ഇവിടെ തീ വെച്ച് കൊലപ്പെടുത്തുന്നു, അവിടെയും നമുക്കറിയാം അയാൾ എന്നെ കൊല്ലും. പക്ഷേ ഇവിടെ ഷാരോൺ അറിയുന്നില്ല ഈ പെൺകുട്ടി തന്നെ കൊല്ലും എന്നുള്ളത്. ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഘട്ടങ്ങളിലായി എന്ന് ഷാരോൺ ഒരിക്കൽ പോലും തിരിച്ചറിഞ്ഞില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിനെ, ആ അല്ലെങ്കിൽ ആ ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മനസ്സിനെ പോലും ഇല്ലാതാക്കുന്ന തരത്തിൽ, പ്രണയമെന്ന് പറയുന്ന ഏറ്റവും മഹനീയമായ ആ ഒരു വികാരത്തെ പോലും, ആ ഒരു സങ്കല്പത്തെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലല്ലേ ഈ പെൺകുട്ടി പ്രവർത്തിച്ചത്. അപ്പോൾ എങ്ങനെയാണ്? അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അപൂർവങ്ങളിൽ അപൂർവമായ ഒന്നാണ് ഈ സംഭവമെന്ന്. അതോടൊപ്പം എത്രയോ നാൾ ഗവേഷണം നടത്തി, ഇതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളും എല്ലാം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി എത്രയോ നാളെടുത്തു, അതായത് അവനോടൊപ്പം കഴിയുന്ന സാഹചര്യത്തിൽ പോലും, അവനോടൊപ്പം ജീവിക്കുന്ന സാഹചര്യത്തിൽ പോലും, ഒരേ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ പെരുമാറുന്ന സാഹചര്യത്തിൽ പോലും, ശരീരം പങ്കുവയ്ക്കുന്ന സമയത്ത് പോലും അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ചിന്ത എങ്ങനെ ഇവനെ കൊലപ്പെടുത്താം എന്നുള്ളതായിരുന്നു. നാളുകൾ നീണ്ടു നിന്ന അന്വേഷണം, നാളുകൾ നീണ്ടു നിന്ന ഗവേഷണം എന്ന് പറയാൻ പറ്റില്ല, ഗവേഷണം. ആ ഗവേഷണത്തിലൂടെ അവൾ കണ്ടെത്തിയ മാർഗം, പല മാർഗങ്ങൾ കണ്ടെത്തി, അതിൽ പല മാർഗങ്ങളും പാളിപ്പോവുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് പിന്നീട് ഈ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവന്നതും, ഈ രീതിയിലുള്ള ഗവേഷണങ്ങൾ നടത്തുകയും അതിലൂടെ ഇങ്ങനെയൊരു കീടനാശിനി കണ്ടെത്തുകയും ഇത് കഴിച്ചാൽ ഇന്ന ദോഷങ്ങൾ വളരെ പെട്ടെന്ന്, അതായത് ഒരാളെ പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരാൾക്ക് ഒരു പതിയെ ഉള്ള മരണം സമ്മാനിക്കുന്നതാണ് എന്ന് ഉള്ള ചിന്ത. കാര്യം എന്താ? സമയം കിട്ടും. ഇവ മറ്റെന്തോ അസുഖം ബാധിച്ച് അല്ലെങ്കിൽ ഫുഡ് പോയിസൺ അടിച്ച് എവിടെയെങ്കിലും കിടക്കുകയാണ് എന്നുള്ള ധാരണയിലേക്ക് അതിനെ കൊണ്ട് എത്തിക്കാൻ കഴിയും. അപ്പോഴും ഗ്രീഷ്മയിലേക്ക് ആ അന്വേഷണം എത്തുകയില്ല. കാര്യം എന്താ? ആ കുട്ടി ഫുഡ് പോയിസണോടുകൂടി മരിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നു. ഏകദേശം ഒരാഴ്ചക്കാലത്തോളം, 10 ദിവസത്തോളം ആ കുട്ടി ആശുപത്രിയിൽ തുടർന്നതിന് ശേഷമാണ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് ഈ കുട്ടിക്ക് എന്തോ ഒരു കാര്യമായ പ്രശ്നമില്ല, ഫുഡ് പോയിസൺ മൂലം ഉണ്ടായ മരണം, അപകട മരണം എന്നുള്ള നിലയിലേക്ക് അത് എഴുതപ്പെടും. അല്ലാതെ ഒരാൾ കൊലപ്പെടുത്തി എങ്ങും കാണില്ല. അപ്പോൾ ആ രീതിയിൽ പോലും ചിന്തിച്ച് കൃത്യമായ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ അപൂർവമായ കേസ് തന്നെയാണ് ഇത് എന്ന് പറയേണ്ടി വരും. അതിൽ ഈ പാരക്വാറ്റ് ഡൈക്ലോറൈഡ് എന്ന് പറയുന്ന വിഷവസ്തുവിനും വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക.